രാവിലെ കിഴക്കേ ജാലകത്തിലൂടെ അരിച്ചെത്തിയ സൂര്യപ്രകാശം പാറുവിൻ്റെ മുറിയിലെ തറയിൽ പാകിയ ടൈലുകളിൽ ഒരു വെളുത്ത ചതുരമായി പതിച്ചു കിടന്നു. പുതിയൊരു ദിവസത്തിൻ്റെ തുടക്കത്തെ സൂചിപ്പിക്കുന്ന ആ വെളിച്ചം അവളിലേക്ക് നോക്കി പരിഹസിക്കുന്നത് പോലെ തോന്നി. പാറുവിന് അതൊരു പുതിയ ദിവസമായിരുന്നില്ല, അവസാനമില്ലാത്ത ഇരുട്ടിലേക്ക് നീളുന്ന ഒരു തുടർച്ച മാത്രമായിരുന്നു. രാത്രി മുഴുവൻ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ച് കിടക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഓരോ തവണയും അവൾ കണ്ണുകൾ പൂട്ടുമ്പോൾ ഫോണിൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞ ആ വെളിച്ചം ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് അവളുടെ മുന്നിലേക്ക് വന്നു നിന്നു. നാളെ വരില്ലെങ്കിൽ നിന്റെ വീട്ടിലേക്ക് ഞാൻ വരും. ആ വാക്കുകൾ ഒരു കൊലക്കത്തി പോലെ അവളുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയിരുന്നു. ആ ഭീഷണി ഒരു ശപിക്കപ്പെട്ട മന്ത്രം പോലെ അവളുടെ ചെവിക്കുള്ളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തലയ്ക്ക് വല്ലാത്തൊരു ഭാരവും പെരുപ്പും അനുഭവപ്പെട്ടു. കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. തളർച്ചയുടെയും ഉറക്കമില്ലായ്മയുടെയും കാഠിന്യം ആ കണ്ണുകളിൽ വ്യക്തമായിരുന്നു. കണ്ണാടിക്ക് മുന്നിൽ നിന്നപ്പോൾ അവൾ ഞെട്ടിപ്പോയി. അവിടെ നിൽക്കുന്നത് താൻ തന്നെയാണോ? വിറയ്ക്കുന്ന ചുണ്ടുകളും ആഴത്തിൽ കുഴിഞ്ഞ കണ്ണുകളും ഏതോ ഒരു ഭയാനകമായ സ്വപ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു പെൺകുട്ടിയുടെ നിസ്സഹായ അവസ്ഥയും ആ മുഖത്തുണ്ടായിരുന്നു. കണ്ണാടിയിലെ പ്രതിബിംബം നോക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. ചില ദിവസങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ കാണാൻ ഭയപ്പെടാറുണ്ട്. ഉള്ളിൽ പുകയുന്ന തീയും അലറാൻ കഴിയാത്ത നിലവിളികളും കാരണം സ്വന്തം മുഖം പോലും ഒരു ഭാരമായി മാറുന്ന ആ നിമിഷങ്ങൾ. അടുക്കളയിലേക്ക് നടക്കുമ്പോൾ പാദങ്ങൾ തറയിൽ തൊടാത്ത പോലെ തോന്നി അവൾക്ക്. അടുക്കളയിൽ നിന്ന് ഉയരുന്ന ചായയുടെയും പലഹാരങ്ങളുടെയും മണം പാറുവിൻ്റെ വയറിൽ ഒരു തരം ഓക്കാനമുണ്ടാക്കി. അമ്മ തിരക്കിട്ട ജോലികളിലായിരുന്നു. ഒരു പുതിയ ദിവസത്തെ സ്വാഗതം ചെയ്യാനുള്ള ആവേശമൊന്നും ആ വീടിൻ്റെ അന്തരീക്ഷത്തിലില്ലായിരുന്നു. പാറുവിനെ കണ്ടതും അമ്മയുടെ മുഖം ദേഷ്യം കൊണ്ട് കോറിയിട്ടു. എന്താടി ഇത്, മുടിയൊക്കെ കെട്ടാതെ ഭൂതം പോലെ നിൽക്കുന്നേ? അമ്മയുടെ ചോദ്യത്തിൽ സ്നേഹത്തേക്കാൾ ഉപരി ഒരു തരം അസ്വസ്ഥതയായിരുന്നു. പാറു ഒന്നും മറുപടി പറഞ്ഞില്ല. പറയാൻ വാക്കുകൾ ഉണ്ടായിട്ടല്ല, മറിച്ച് എല്ലാ വാക്കുകളും ഉള്ളിൽ കരിഞ്ഞു പോയതായിരുന്നു. ആ നിശബ്ദത അമ്മയെ കൂടുതൽ പ്രകോപിപ്പിച്ചു. രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കാറില്ലേ നീ? അമ്മയുടെ ശബ്ദം അല്പം കൂടി ഉയർന്നത് അടുക്കളയിലെ പാത്രങ്ങളുടെ ശബ്ദത്തെ പോലും കവച്ചു നിന്നു. പാറു തലകുനിച്ച് നിന്നു. അവളുടെ ഉള്ളിൽ ഭയം ഒരു പുക പോലെ പടർന്നു പിടിക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ ശകാരം ഇപ്പോൾ കേൾക്കുന്ന കാര്യമാണോ അതോ താൻ പേടിക്കുന്ന ആ ഭീഷണിയാണോ വലുതെന്ന് അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. വെളുത്തിട്ടാണെങ്കിലും കാണാനൊരു മെനയുമില്ല. നിന്റെ ചേച്ചിയെ ഒന്ന് കണ്ടു പഠിക്ക്. പെണ്ണുങ്ങളായാൽ കുറച്ചെങ്കിലും വൃത്തിയും മെനയും വേണം. അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ പാറുവിൻ്റെ വിരലുകൾ അറിയാതെ മുറുകി. ഒരു പക്ഷേ അമ്മയ്ക്കിതൊരു നിസ്സാരമായ പതിവ് ശകാരമായിരുന്നിരിക്കാം. എന്നാൽ മുറിവേറ്റ ഒരു മനസ്സിൽ ചില വാക്കുകൾ ആണി തറയ്ക്കുന്നത് പോലെയാണ്. ആ വാക്കുകൾ വർഷങ്ങളോളം അവിടെ നീറിക്കിടക്കും. എന്താ ഞാൻ ഇത്ര മോശമാണോ? അതൊരു ചോദ്യമായിരുന്നില്ല, അതൊരു തിരിച്ചറിവായിരുന്നു. താൻ എപ്പോഴും മറ്റുള്ളവരുടെ അളവുകോലുകൾക്ക് താഴെയാണെന്ന തിരിച്ചറിവ്. അമ്മയുടെ സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു മകൾക്ക് ആ സ്നേഹത്തിന് പകരം കിട്ടുന്ന ഈ പരിഹാസം ഹൃദയത്തിൽ എത്ര വലിയ വിള്ളലാണ് ഉണ്ടാക്കുന്നതെന്ന് അമ്മ അറിഞ്ഞില്ല. അപ്പോഴേക്കും പ്രിയ റെഡിയായി പുറത്തേക്ക് വന്നു. സുഗന്ധം പരത്തുന്ന പെർഫ്യൂമിൻ്റെ മണവും ആത്മവിശ്വാസം നിറഞ്ഞു തുളുമ്പുന്ന മുഖഭാവവും പ്രിയയെ ഒരു ദേവതയെപ്പോലെ തിളക്കമുള്ളതാക്കി. അവളെ കണ്ടതും അമ്മയുടെ മുഖം ഒരു സൂര്യോദയം പോലെ തെളിഞ്ഞു. എൻ്റെ മോൾ എന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ. ആ വാക്ക് പാറുവിൻ്റെ നെഞ്ചിൽ ഒരു കൊളുത്തിയിട്ടതുപോലെ വേദനിച്ചു. പാറു അറിയാതെ തല താഴ്ത്തി. ആരും കണ്ടില്ലെങ്കിലും ആ നിമിഷം അവളുടെ ഉള്ളിൽ എന്തോ ഒന്ന് തകർന്നടിഞ്ഞു. താൻ സ്നേഹിക്കപ്പെടാൻ യോഗ്യയല്ലെന്ന ചിന്ത അവളെ വല്ലാതെ തളർത്തി. പ്രിയയുടെ ആ തിളക്കം പാറുവിനെ കൂടുതൽ ഇരുട്ടിലേക്ക് തള്ളിയിട്ടു. താൻ എന്തുകൊണ്ടാണ് ഇത്രയധികം പിന്തള്ളപ്പെടുന്നത്? തൻ്റെ തെറ്റെന്താണ്? ഈ ലോകത്ത് തനിക്ക് അർഹതപ്പെട്ട ഒരിടം പോലും ഇല്ലെന്നാണോ? സ്കൂളിലേക്ക് പോകാൻ ബാഗും എടുത്തിറങ്ങുമ്പോൾ ആകാശം വീണ്ടും കരിമേഘങ്ങൾ കൊണ്ട് നിറയുകയായിരുന്നു. ഇനിയും ഒരു മഴ കൂടി വരാനിരിക്കുന്നതേയുള്ളൂ എന്ന മട്ടിൽ കാറ്റ് വീശി. പാറു ബാഗ് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അത് ബാഗായിരുന്നില്ല, തൻ്റെ ഉള്ളിലെ പേടികളെ മറയ്ക്കാനുള്ള ഒരു കവചം പോലെ അവൾ അതിനെ മുറുകെ പിടിച്ചിരുന്നു. ഓരോ കാൽവെപ്പും അവൾക്കൊരു പരീക്ഷണം പോലെ തോന്നി. ഗേറ്റ് കടക്കാൻ ഒരുങ്ങിയതും പുറത്തുനിന്ന് ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ ശബ്ദം കേട്ടു. അവൾ അറിയാതെ തല ഉയർത്തി നോക്കി.
തൊട്ടടുത്ത മതിലിനരികിൽ ഒരു ബൈക്ക് നിർത്തിയിരിക്കുന്നു. അതിൻ്റെ അരികിൽ സിദ്ധാർത്ഥ് നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ കണ്ട നിമിഷം അവളുടെ ഹൃദയം ഒരു നിമിഷത്തേക്ക് നിശ്ചലമായി. ആ കാഴ്ച അവളുടെ ശ്വാസത്തെ തടഞ്ഞു നിർത്തി. അവൻ ആരുമായോ ഫോണിൽ ഗൗരവമായി സംസാരിക്കുകയായിരുന്നു. ഒരു പക്ഷേ അടുത്തുള്ള സ്റ്റേഷനറി കടയിൽ എന്തെങ്കിലും ആവശ്യത്തിന് വന്നതാകാം. യാദൃച്ഛികതയുടെ ഒരു ചെറിയ നിമിഷം. പക്ഷേ പാറുവിന് അത് യാദൃച്ഛികതയല്ല, മറിച്ച് തൻ്റെ ഭയത്തിൻ്റെ മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നം പോലെ തോന്നി. എന്തിനാണ് അവനെ കാണുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ ഒരു വിറയൽ? ഭയമാണോ? അതോ ആരും അറിയാത്ത ഒന്നിൻ്റെ ഉള്ളിൽ എവിടെയോ ഉള്ള ഒരു പ്രതീക്ഷയാണോ? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അവളുടെ തലച്ചോറിൽ വേഗത്തിൽ ഓടിക്കൊണ്ടിരുന്നു. സിദ്ധാർത്ഥിനെ കാണുമ്പോൾ സുരക്ഷിതത്വം തോന്നണോ അതോ ഭയമാണോ വേണ്ടത് എന്നുപോലും അവൾക്ക് നിശ്ചയമില്ലായിരുന്നു. പെട്ടെന്നാണ് സിദ്ധാർത്ഥ് ഫോൺ മാറ്റി തല തിരിച്ചു നോക്കിയത്. അവൻ്റെ നോട്ടം നേരെ പാറുവിൻ്റെ മുഖത്ത് പതിഞ്ഞു. അവൾ തരിച്ചു നിന്നുപോയി. കള്ളം പിടിക്കപ്പെട്ട ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഭയത്തോടെ അവൾ വേഗം കണ്ണുമാറ്റി. പക്ഷെ വൈകിപ്പോയിരുന്നു. അവൻ അവളെ കണ്ടു കഴിഞ്ഞിരുന്നു. അവൻ്റെ നോട്ടം ഒരു തരം നിരീക്ഷണമായിരുന്നു. തന്നിൽ എന്തോ അസ്വാഭാവികതയുണ്ടെന്ന് അവൻ മനസ്സിലാക്കുന്നുണ്ടോ? ആ ഭയം അവളിൽ വിയർപ്പ് കണങ്ങൾ പൊടിച്ചു. പാർവതി! ദൂരത്ത് നിന്ന് അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവളുടെ ഹൃദയം വീണ്ടും അസ്വാഭാവികമായി തുടിക്കാൻ തുടങ്ങി. ആ വിളിയിൽ എന്തോ ഒരു ആശ്വാസമുണ്ടായിരുന്നു. അവൾക്ക് നിൽക്കണോ അതോ ഓടിപ്പോകണമോ എന്നറിയാതെ നിശ്ചലയായി നിന്നു. കാലുകൾ മരവിച്ചതുപോലെ തോന്നി. സിദ്ധാർത്ഥ് പതുക്കെ അവളെ ലക്ഷ്യമാക്കി നടന്നു വന്നു. അവൻ്റെ ഓരോ ചുവടും അവളുടെ നെഞ്ചിടിപ്പിൻ്റെ താളത്തിനൊപ്പം മുന്നേറി. സ്കൂളിലേക്കാണോ? അവൻ സാധാരണ പോലെ ചോദിച്ചു. ആ ചോദ്യത്തിൽ ഒരു കരുതൽ ഉണ്ടായിരുന്നുവെന്ന് അവൾക്ക് തോന്നി. ആ കരുതൽ അവളിൽ ഒരു വലിയ സങ്കടമായി നിറഞ്ഞു. തനിക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന ആശ്വാസം. പാറുവിനെ ശബ്ദം പുറത്തേക്ക് വരാൻ നന്നേ പാടുപെട്ടു. വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങിയതുപോലെ. അത്രമാത്രമാണ് അവളിൽ നിന്ന് പുറത്തു വന്നത്. ശബ്ദം നേർത്തതും വിറയ്ക്കുന്നതുമായിരുന്നു. അവൻ കുറച്ചു നേരം അവളെ സൂക്ഷിച്ചു നോക്കി. അവളുടെ ഓരോ ചലനവും കണ്ണുകളിലെ ആ അസ്വസ്ഥതയും അവൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ നോട്ടം അവളുടെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് പോലെ അവൾക്ക് തോന്നി. താൻ എന്തിനാണ് ഇത്രയും ഭയക്കുന്നതെന്ന് അവൾക്കറിയാമായിരുന്നു. പക്ഷേ അത് പറയാൻ മാത്രം കരുത്ത് അവൾക്കില്ലായിരുന്നു. എന്താ മുഖം വല്ലാതെ? ഇന്നലെ ഉറങ്ങിയില്ലേ? അവൻ ചോദിച്ചത് കേട്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയി. എന്തുകൊണ്ടാണ് എല്ലാവർക്കും തന്നെ ഇത്ര എളുപ്പത്തിൽ വായിക്കാൻ കഴിയുന്നത്? അവളുടെ കണ്ണുകളെല്ലാം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അവൾ വേഗം മുഖം തിരിച്ചു. സിദ്ധാർത്ഥ് കാണുന്ന ഈ പാർവതി ഒരു സാധാരണ പെൺകുട്ടിയാണോ അതോ ഉള്ളിൽ പേടി നിറച്ച ഒരു വെറും പാത്രം മാത്രമാണോ? ഉറങ്ങി. വീണ്ടും ഒരു കള്ളം. പക്ഷേ കള്ളം പറയാൻ ശ്രമിക്കുമ്പോൾ അവളുടെ ശബ്ദത്തിലെ പതർച്ച അവൾ അറിയാതെ പുറത്തു വന്നു. സിദ്ധാർത്ഥ് ഒന്നും മറുപടി പറഞ്ഞു. എങ്കിലും അവൻ്റെ മുഖത്ത് ചെറിയ ഒരു സംശയം നിഴലിച്ചു. അവൾ എന്തോ വലിയൊരു കാര്യം ഉള്ളിൽ ഒളിപ്പിക്കുന്നുണ്ടെന്ന് അവന് വ്യക്തമായിരുന്നു. ആ നിമിഷത്തിൽ പാറുവിൻ്റെ ഹൃദയം ഒരു പക്ഷിയെപ്പോലെ പിടയ്ക്കുന്നുണ്ടായിരുന്നു. താൻ എന്തിനാണ് സിദ്ധാർത്ഥ സാറിനെ കാണുമ്പോൾ ഇത്രയും അസ്വസ്ഥയാകുന്നത്? ഒരു പക്ഷേ ആരും അറിയാത്ത തൻ്റെ രഹസ്യങ്ങൾ അവൻ എങ്ങാനും അറിഞ്ഞുപോയാലോ എന്ന ഭയം. അപ്പോഴാണ് പാറുവിൻ്റെ വീട്ടിൽ നിന്ന് അമ്മയുടെ കർക്കശമായ ശബ്ദമുയർന്നത്. പാറു, നിൽക്കാതെ പോകുന്നുണ്ടോ? അമ്മ വാതിൽക്കൽ വന്ന് നിന്നു. സിദ്ധാർത്ഥിനെ കണ്ടതും അവർ ഒന്ന് അമ്പരന്നു നിന്നു. സിദ്ധാർത്ഥിൻ്റെ സാന്നിധ്യം ആ സ്ഥലത്തിൻ്റെ അന്തരീക്ഷത്തെ തന്നെ മാറ്റിമറിച്ചു. ഒരു അധ്യാപകൻ്റെ ഗൗരവവും എന്നാൽ ഒരു മനുഷ്യൻ്റെ നന്മയും കലർന്ന സിദ്ധാർത്ഥിനെ കാണുമ്പോൾ അമ്മയ്ക്ക് അല്പം അസ്വസ്ഥത ഉണ്ടായോ? ആരാ ഇത്? ട്യൂഷൻ സർ. പാറു വളരെ പതുക്കെ ഒരു കുറ്റവാളിയെപ്പോലെ മറുപടി പറഞ്ഞു. അമ്മ ഒരു നിമിഷം പാറുവിനെയും സിദ്ധാർത്ഥിനെയും മാറി മാറി നോക്കി. അവരുടെ നോട്ടത്തിൽ എന്തൊക്കെയോ അർത്ഥങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഒരു പക്ഷേ മകളെക്കുറിച്ച് അമ്മയ്ക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ലായിരിക്കാം. സാറേ, ഇവളെ ഒന്ന് പഠിപ്പിച്ച് മനുഷ്യക്കുട്ടിയാക്കി തരണം. പുസ്തകം തുറന്ന് നോക്കുന്നതിലും കൂടുതൽ സമയം സ്വപ്നം കാണാനാണ്. അമ്മയുടെ വാക്കുകൾ പാറുവിൻ്റെ അഭിമാനത്തെ ചവിട്ടി മെതിക്കുന്നത് പോലെ തോന്നി. സിദ്ധാർത്ഥിൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറയേണ്ടിയിരുന്നോ എന്നവൾക്ക് തോന്നി. ലജ്ജ കൊണ്ട് അവളുടെ മുഖം വിളറി. നിലം പിളർന്ന് താൻ അതിനുള്ളിലേക്ക് ഒതുങ്ങിപ്പോയിരുന്നെങ്കിൽ എന്നവൾ ആഗ്രഹിച്ചു പോയി. അമ്മയുടെ പരിഹാസം സിദ്ധാർത്ഥിന് മുൻപിൽ തന്നെ എത്ര ചെറുതാക്കുന്നു. സിദ്ധാർത്ഥ് അവളെ ഒന്നുകൂടി നോക്കി. ആ കണ്ണുകളിൽ അസഹനീയമായ നാണക്കേടും ഉള്ളിൽ അടക്കാൻ ശ്രമിക്കുന്ന വേദനയും നിറഞ്ഞിരുന്നു.
അവൻ ഒരു നിമിഷം മൗനമായി നിന്നു. ആ മൗനം പാറുവിൻ്റെ വേദനയെ ഉൾക്കൊള്ളുന്നതായിരുന്നു. അങ്ങനെ പറയല്ലേ ആൻറ്റി, പാർവതി നന്നായി ശ്രമിക്കുന്നുണ്ട്. ആ വാക്ക് കേട്ട നിമിഷം പാറു അവനെ തന്നെ നോക്കി, ശരിക്കും നോക്കി. അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ജീവിതത്തിൽ ആദ്യമായാണ് ആരോ ഒരാൾ തന്നെ കുറ്റപ്പെടുത്താതെ താൻ ശ്രമിക്കുന്നുണ്ടെന്ന് അംഗീകരിക്കുന്നത്. ആ അംഗീകാരം അവളുടെ കണ്ണുകളെ പെട്ടെന്ന് നിറച്ചു. ആശ്വാസം കൊണ്ടും ഉള്ളിലെ ആഴമായ വേദന കൊണ്ടും കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഈ ചെറിയ വാക്ക് അത് അവളുടെ ജീവിതത്തിൽ എത്ര വലിയൊരു മാറ്റമാണ് ഉണ്ടാക്കിയത്. എന്നാൽ ആ നിമിഷത്തെ ശാന്തത തകർത്തുകൊണ്ട് അവളുടെ ഫോണിനുള്ളിൽ ഒരു മെസ്സേജ് ടോൺ മുഴങ്ങി. ആ ശബ്ദം കേട്ടതും അവളുടെ ശരീരം ഐസ് കട്ട പോലെ തണുത്തുപോയി. വിറയ്ക്കുന്ന വിരലുകളോടെ അവൾ ഫോൺ തുറന്നു. സ്ക്രീനിൽ തെളിഞ്ഞ സന്ദേശം കണ്ട നിമിഷം അവളുടെ മുഖത്തെ അവസാനത്തെ നിറവും മങ്ങിപ്പോയി. ഞാൻ നിന്നെ കണ്ടു. ഇപ്പോൾ സാറിനോടൊപ്പം സംസാരിച്ചു നിൽക്കുകയാണല്ലേ? പാറുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ ഏതാണ്ട് താഴെ വീഴാറായി. അവളുടെ ഹൃദയം സ്തംഭിച്ചതുപോലെ തോന്നി. അപ്പോൾ ആരോ ഒരാൾ തന്നെ നിഴൽ പോലെ പിന്തുടരുന്നുണ്ട്. അവൾ പതുക്കെ തല ഉയർത്തി റോഡിൻ്റെ അപ്പുറത്തേക്ക് നോക്കി. അവിടെ മഴ നനഞ്ഞ മരങ്ങളുടെ നിഗൂഢമായ ഇരുട്ടിനിടയിൽ തന്നെ തുറച്ചു നോക്കുന്ന ഒരു കറുത്ത രൂപം മാത്രം അവൾ കണ്ടു. ഒരു നിമിഷം കൊണ്ട് അവളുടെ ലോകം മുഴുവൻ തകർന്നു. ഭയത്തിൻ്റെ ആഴക്കടലിൽ അവൾ മുങ്ങിത്താഴുകയായിരുന്നു. ആ രൂപം, അതാരാണ്? എന്തുകൊണ്ടാണ് തന്നെ ഇത്രയധികം വേട്ടയാടുന്നത്? സിദ്ധാർത്ഥ സാറിൻ്റെ മുന്നിൽ പോലും താൻ സുരക്ഷിതയല്ല എന്ന തിരിച്ചറിവ് അവളെ വല്ലാതെ വിറപ്പിച്ചു. ആ നിഴൽ രൂപം ഒരു ഭീകര സ്വപ്നത്തിൻ്റെ യാഥാർത്ഥ്യമായി അവളുടെ മുന്നിൽ നിന്നു. പാറുവിന് ഒന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ മനസ്സ് ശൂന്യമായി. ഭയം അവളെ പൂർണ്ണമായും കീഴടക്കിയിരുന്നു.